സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വിശുദ്ധ ദിവസം കൂടെ നമുക്ക് കാണുവാൻ ഭാഗ്യം ലഭിച്ചല്ലോ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 24-ാമത് വചനം വായിച്ച് കേൾക്കാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 24-ാമത് വചനം. ദൈവമോ മരണനാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഒരു നിമിഷം കൂടെ സെൻസുകളെ നമിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും വായികളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ മരണപാശങ്ങളെ അഴിച്ച യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ഓ അനേകര് സ്തോത്രം, പിശാച് കെട്ടിവച്ചിരിക്കുന്ന മരണപാശങ്ങളെ സ്വർഗത്തിലെ ദൈവം അഴിച്ചു നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ, ജീവപര്യന്തം മരണഭീതിയിലായിരിക്കുന്ന ചിലരെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ അറിയാതെ നമ്മുടെ മേൽ വീണിരിക്കുന്ന സകല കെട്ടുകളും അഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം നമ്മുടെ ആധരം കൊണ്ട് പറഞ്ഞു പോയത് കൊണ്ട് മറ്റുള്ളവരുടെ ദോഷപ്രവൃത്തികളാൽ വീണുപോയ കെട്ടുകൾ, പാരമ്പര്യമായി പിന്തുടരുന്ന ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറി ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് അപ്പനെ ഉയർത്തുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഇവിടെ വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ 24-ാമത് ദൈവമോ മരണനാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. 22-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. യേശു കർത്താവിനെ സ്വർഗത്തിൽ ദൈവം മുന്നമേ അറിയിച്ച പ്രകാരം ഭൂമിയിലേക്ക് അയച്ചു. നിങ്ങൾ അധർമ്മികളുടെ കൂട്ടത്തിൽ യേശുവിനെ എണ്ണി നിങ്ങളുടെ ആളുകൾ യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം ലോകം നമ്മെ കെട്ടിവെച്ചിരിക്കുന്ന, മനുഷ്യൻ നമ്മെ കെട്ടിവെച്ചിരിക്കുന്ന, നമ്മൾ തന്നെ അറിയാതെ കെട്ടപ്പെട്ടു പോയ സകല അവസ്ഥകളിൽ നിന്നും പുറത്തു വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 2-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഭക്തൻ പറയുന്നു, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളകാം. നമ്മെ പിന്നൊരിക്കലും കെട്ടാതെ വണ്ണം, ബന്ധിക്കാതെ വണ്ണം നമ്മുടെ കെട്ടുകളെ പൊട്ടിച്ചിട്ട് കയറുകളെ എറിഞ്ഞു കളയുവാൻ ഭക്തൻ പറയുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ദൈവം വിടുവിച്ചാൽ അത് പൂർണ്ണമായ വിടുതലാണ്. ദൈവം സ്വതന്ത്രമാക്കിയാൽ ആർക്കും നമ്മെ ബന്ധിക്കുവാനായിട്ട് കഴിയുകയില്ല. യേശു കർത്താവിനെ ക്രൂശിച്ച് അടക്കപ്പെട്ട കല്ലറയിൽ യേശുവിനെ ക്രൂശിക്കുവാൻ മുഖാന്തരമായി തീർന്ന ആളുകൾ തന്നെ പീലാത്തോസിനോട് പോയി പറഞ്ഞു, മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതാണ് മരിച്ചു കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് ഒരിക്കലും പുറത്തു വരാതിരിക്കുവാൻ നമുക്ക് ഈ രാജാവിൻ്റെതായ മുദ്ര കൊണ്ട് കല്ലറയെ മുദ്ര വയ്ക്കണം. പിന്നെയോ ശക്തമായ കാവൽക്കൂട്ടത്തെ അവിടെ ആക്കണം.
യേശുവിന്റെ ശരീരത്തെ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് പിന്നത്തേത് നമ്മെ ചതിക്കാതിരിക്കുവാൻ, അതേ അവിടുത്തെ പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും അയകണ്ടതിന് തീരുമാനിച്ചു. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾക്ക് ആവുന്നതെല്ലാം ചെയ്തുകൊള്ളാൻ പറഞ്ഞു. റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര ആ കല്ലറയുടെ വാതിൽക്കൽ വെച്ചു. ആർക്കും ആ കല്ലുരുട്ടി മാറ്റുവാൻ കഴിയാതെ വണ്ണം രാജകീയ മുദ്ര ഉറപ്പിച്ചു. ആരും വന്ന് കല്ലുരുട്ടി കളയാതിരിക്കാൻ രാജാവിന്റെ പട്ടാളത്തെയും അവിടെ കാവലാക്കി. എന്നാൽ സ്വർഗത്തിലെ ദൈവം യേശുവിനെ ഉയർപ്പിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ രാജാവിന്റെ മുദ്രകളെ തകർത്തുകൊണ്ട്, ആ കല്ലിനെ തകർത്തുകൊണ്ട്, അവിടുത്തെ പട്ടാളക്കാരെ ഭീതിപ്പെടുത്തിക്കൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. ലോകത്തിന് നമ്മെ കുറിച്ചുള്ള ചില പദ്ധതികളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ, ലോകം നമ്മെ അടച്ചാക്ഷേപിക്കുമ്പോൾ, ലോകം നമ്മെ ഉയരാൻ അനുവദിക്കാതെ നമ്മെ തളച്ചിടുവാൻ ശ്രമിക്കുമ്പോൾ, അതിന്റെ നടുവിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, ആരെങ്കിലും കണ്ണുരുട്ടി വെച്ചുവെന്ന് പറഞ്ഞ്, ആരെങ്കിലും നിന്നെ മുദ്ര വെച്ച് തറക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞ്, ആരെങ്കിലും നിന്നെ പുറത്ത് വരികയില്ല എന്ന് പറഞ്ഞ് നിന്നെ അടച്ച് ഒതുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ മേലും നിങ്ങളുടെ മേലും ദൈവം പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഒന്ന് ജ്വലിച്ച് ആരാധിപ്പാൻ തയ്യാറായ ചില അന്യായ ബന്ധനങ്ങളെ അഴിച്ചു നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ലോകത്തിന്റെ കണക്കൂട്ടുകളെ തെറ്റിച്ച് മാനുഷികമായ വെല്ലുവിളികളെ അവരെ മാറ്റിക്കൊണ്ട് എന്റെ കർത്താവ് സ്വർഗത്തിലെ ദൈവം കർത്താവിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ആ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവമേ തന്നെ ഈ ലോകത്തിലെ ഒരു അന്ധകാര ശക്തികൾക്ക് അടക്കുവാൻ കഴിയുകയില്ല, ഒതുക്കുവാൻ കഴിയുകയില്ല. നിന്നെ ഒതുക്കുന്നവനെ ഒതുക്കുന്ന ഒരു ദൈവം ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഈ സ്വർഗത്തിലെ ദൈവം യേശുവിനെ ഉയർപ്പിക്കാൻ പദ്ധതിയിട്ടപ്പോൾ കർത്താവ് ദൂതന്മാരെ അയച്ചു. മറിയയും കൂട്ടരും ഞങ്ങൾക്ക് വേണ്ടി ആ കല്ലറ വാതിൽക്കൽ നിന്ന് ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വരുന്ന സമയത്ത് കല്ലുരുട്ടി മാറ്റപ്പെട്ടത് മാത്രമല്ല, പിന്നെ ആ കല്ലുരുട്ടി അവിടെ വയ്ക്കാതിരിക്കുവാൻ ദൂതന്മാർ കല്ലിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, എന്റെ മേലും നിങ്ങളുടെ മേൽ നിന്ന് ഒരു രോഗം എന്റെ കർത്താവ് എടുത്തു മാറ്റിയാൽ പിന്നെ അത് തിരിച്ചു വരാതെ വേണ്ട സ്വർഗത്തിൽ ദൈവം കാവൽ നിർത്തുന്ന ദൈവമാണ്. നിന്നെ ഒരു വിടുതൽ ദൈവം നൽകിയാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചില വ്യാധികൾ അഴിച്ചു മാറ്റുന്ന ഒരു ദിവസമാണ്. ദൈവം നിന്നെ സൗഖ്യമാക്കിയാൽ, ദൈവം നിന്നെ വിടുവിച്ചാൽ പിന്നെ ആർക്കും നിന്നെ വെട്ടിക്കാൻ കഴിയുകയില്ല. ആരും അഴിക്കാതെ അടക്കാതെ വേണം തുറക്കുന്നൊരു ദൈവം, ആരും തുറക്കാതെ വേണം അടയ്ക്കുന്നൊരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സ്ഥാനത്ത് വെച്ച് കർത്താവേ, എന്റെ ശരീരത്തില് അനാവശ്യമായി വളരുന്ന ആ മുഴകള് അത് നിർവീര്യമായി പോകട്ടെ എന്ന് പറഞ്ഞു ഈ വിശ്വാസത്തോടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വലങ്കര ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ ഈ ലൈനിലൂടെ കാണുന്ന ചിലരെ പോലെ വിടുവിപ്പാൻ ഈ ദൈവം സർവശക്തരത്രേ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കാര്യം കുറുകിപ്പോയിട്ടില്ല. നാം സേവിക്കുന്ന ദൈവം ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് തരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം കാണുവാൻ കഴിയുന്നവനാണ്, കേൾക്കുവാൻ കഴിയുന്നവനാണ്, പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തെ സേവിക്കുന്നവരെയും സേവിക്കാത്തവരെയും നമ്മൾ വേർതിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും നിരാശപ്പെട്ടു പോകരുത്. നാളെ എന്തായി തീരുമെന്ന് ചിന്തിച്ച് ഇന്ന് വ്യാകുലപ്പെടേണ്ട. നാളെയുള്ള കാര്യം നാളത്തേക്കാ. ഇന്ന് പകൽക്കാലം ദൈവവചന പ്രകാരം ജീവിക്കാൻ കഴിയുമോ? യേശു കർത്താവിന്റെ ശബ്ദം മധ്യാകാശത്തിൽ കേട്ടാൽ എനിക്ക് എടുക്കപ്പെടുവാന്നൊക്കെ ഞാൻ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഓള് സങ്കീർത്തനത്തിൽ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ദൈവഭക്തന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഊതി പറഞ്ഞൊരു അനുഭവം. അദ്ദേഹം നൂറുകണക്കിന് അടങ്കാരം നടത്തിയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത്, ഓരോരുത്തന്റെ പ്രവൃത്തി അവരെ പിന്തുടർന്നാൽ. എത്ര പേർക്ക്
ദൈവസന്നിധിയിൽ ലജ്ജിക്കാത്ത മുഖത്തോടെ നിൽക്കാൻ കഴിയും. എന്റെ പ്രവൃത്തി എന്നെ പിന്തുടർന്നാൽ അപ്പൻ എന്നെ ആ ദൈവിക അല്ലെങ്കിൽ സ്വർഗീയ കവാടത്തിലേക്ക് കയറ്റി വിടുമോ, അതോ എരിയുന്ന തീച്ചൂടിലേക്ക് എന്നെ അയക്കുമോ? നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം തീരുമാനിക്കണം നമ്മുടെ മരണശേഷി എവിടെ ചെല്ലണമെന്ന്. ഇവിടെ കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ മടങ്ങി വരാം. അത് അപ്പോസ്തലരുടെ പ്രവൃത്തി 2:24 ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ലോകം മരണം കൊണ്ട് അവനെ കല്ലറയ്ക്കകത്ത് പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവന്റെ മരണപാശങ്ങളെ അഴിച്ചതുകൊണ്ട് കല്ലറയ്ക്കോ ലോകത്തിനോ അവനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. എന്നെയും നിങ്ങളെയും ലോകം പല തരത്തിൽ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, മുമ്പിലേക്ക് പോകുവാൻ കഴിയാതെ പുറകിലേക്ക് വലിക്കുമ്പോൾ, ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, ഭൗതിക ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം നമ്മുടെ കെട്ടുകളെ അഴിച്ചാൽ ലോകത്തിൽ ആർക്കും അതിനെ പിന്നെ കട്ടുവാൻ കഴിയുകയില്ല. കർത്താവ് വിടുവിച്ചാൽ അത് സാക്ഷാൽ വിടുതലാണ്. നമുക്ക് നമ്മുടെ ആദ്യം തന്നെ അനേക അനുഭവങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. പ്രാർത്ഥനയാൽ വിടുതൽ പ്രാപിച്ചവരാരും പിന്നെ അതേ രോഗത്താൽ ഭാരപ്പെടേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായി നമ്മൾ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ആ ദൈവം വിടുവിപ്പാൻ തക്കവണ്ണം സർവശക്തിയുള്ള ദൈവമാണ്. കഴിഞ്ഞ നാളുകൾ നമ്മൾ സഭയായി പ്രാർത്ഥിച്ച 2 പേരുകളാണ്, ഒരു ഗ്ലോറി, ഒരു ലില്ലി. 2 പേരും, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ദൈവജീവൻ കൊടുത്ത വ്യക്തിയാണ്. 2 പേരും സൗഖ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി എന്ന സഹോദരിക്ക് സംസാരിക്കുമ്പോൾ മാത്രം ചില വാക്കുകൾ തിരുത്തി വരുന്നില്ല, എങ്കിലും ദൈവം സൗഖ്യമാക്കിയിരുന്നു. ഡോക്ടർമാർ പറയുന്നു നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല. അതുപോലെ അതേ കാലിന്റെ തുടയിലിന്റെ ഭാഗത്ത് ഒരു മുഴ വന്ന് സെപ്റ്റിക്കായി പഴുത്ത് കാല് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ്. അവിടുന്ന് മുകളിലേക്ക് പഴുപ്പ് കയറിയാൽ ആ മനുഷ്യൻ ജീവിക്കാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതിനുവേണ്ടി പല ചികിത്സകൾ അവർ ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു പല പ്രാവശ്യം. അതെ, ഞാൻ പറഞ്ഞു, ഇനി ഒരല്പം പോലും പഴുപ്പ് മുകളിലേക്ക് കയറാൻ ദൈവം അനുവദിക്കുക. ഒരു ദിവസം അവരെ ഭവനത്തിൽ പോയി കാണുമ്പോൾ അവർ പറയുന്നു, പിന്നെ പഴുപ്പ് ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് പകൽ സഭയായ അവർ രണ്ടുപേർക്ക് പ്രാർത്ഥിച്ചവരാണ് ദൈവം അവരെ വിടുവിച്ചിരിക്കുന്നത്. ദൈവസന്നിധി നമ്മുടെ പ്രാർത്ഥനയൊന്നും അസ്ഥാനത്തല്ല. നമുക്ക് ചോദിച്ചാൽ നമ്മുടെ ചോദ്യം കേൾക്കുവാൻ, അതേ ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കും. ചോദിച്ചാൽ തരാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ. ഇവിടെ യേശുവിനെ ലോകം ക്രൂശിച്ച് കൊന്ന കല്ലറയ്ക്കകത്ത് അടച്ചുവെക്കാൻ ശ്രമിച്ചു. പക്ഷേ ദൈവം മരണത്തിന്റെ കെട്ടുകളെ അഴിച്ച് കർത്താവിനെ പുറത്തു. അതുകൊണ്ട് ഇന്നും കർത്താവ് ജീവനോടെ ഇരിക്കുന്നു. ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് നാം ജീവിച്ചിരിക്കുന്ന കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം. ഈ ലോകത്തിൽ ദൈവങ്ങൾ എന്ന് പറഞ്ഞ പലരുമുണ്ട്. അവരെല്ലാം മരിച്ചടക്കപ്പെട്ട കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിനെ പിതാവായ ദൈവം മരണത്തിന്റെ കെട്ടുകളെ അഴിച്ച് കർത്താവിനെ പുറത്തു കൊണ്ടുവന്നു. അപ്പോസ്തലരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം വായിക്കുമ്പോൾ അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. ഇത് അപ്പോസ്തലൻ പറയുമ്പോൾ, ലൂക്കോസാണ് ഈ സുവിശേഷം, ഈ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുന്നത്. ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എന്റെ ഈ യേശുവിനെ
മരിച്ചവരും ദൈവം എഴുന്നേൽപ്പിച്ചതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് യേശുവിനെ കല്ലറയ്ക്കകത്ത് വെച്ച് അടച്ചത്. പക്ഷേ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 500ഓളം പേർക്ക് പ്രത്യക്ഷനായി, പലയിടത്ത് വെച്ച് പ്രത്യക്ഷനായി. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. അതുകൊണ്ട് യോഹന്നാനെ കുറിച്ച് പറയുന്നു. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അത് ആദ്യം മുതലുള്ളതും ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ആ വചനം ജഡം ധരിച്ചവനാണ് ക്രിസ്തു എന്ന് ഉറക്കെ പറയുവാൻ യോഹന്നാന് ധൈര്യമുണ്ടായത്. യോഹന്നാൻ ഇതിനെല്ലാം സാക്ഷിയാണ്. യേശുവിന്റെ ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിച്ച ഏക ശിഷ്യൻ യോഹന്നാൻ എന്നാണ് അത് ചരിത്രകാരന്മാർ പറയുന്നു. മറ്റു ശിഷ്യന്മാരെല്ലാം ഭയന്ന് ഭവനങ്ങളിൽ അത് അകത്തിരിക്കുമ്പോൾ യോഹന്നാൻ യേശുവിന്റെ ക്രൂശിന്റെ അരികിൽ നിൽക്കുമ്പോൾ തന്റെ മാതാവിനോട് പറയുന്നു, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ നോക്കി യേശു പറയുന്നു, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് തന്റെ മാതാവിനെ അത് ശുശ്രൂഷിക്കാനുള്ള ഉത്തരവാദിത്വം യേശു യോഹന്നാന്റെ കയ്യിൽ ഫലമേൽപ്പിക്കുന്നതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആ യോഹന്നാൻ പറയുന്നു, യേശുവിനെ ദൈവം ഉയർപ്പിച്ചത് ആരെങ്കിലും പറഞ്ഞു കേട്ട് അറിഞ്ഞതല്ല, ഞങ്ങൾ അതിന്റെ സാക്ഷികളാണ്. ലൂക്കോസ് പറയുന്നു, ഞങ്ങൾ അതിന്റെ സാക്ഷികളാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു, ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. എന്റെ ജീവനെ കൊടുക്കുവാനും എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. അത് ആരും എന്റെ നിന്ന് എടുത്തു കളയില്ല. അത് ദൈവം തന്ന അധികാരമാണ്. ദൈവം ഒരുവനൊരു അധികാരം കൊടുത്താൽ ആ അധികാരത്തെ എടുത്തു കളയുവാൻ ഉലകത്തിൽ ആർക്കും സാധ്യമല്ല. അടുത്ത ഭാഗം കൂടെ, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. വേദപുസ്തകത്തിലെ ക്രൈസ്റ്റോളജി എന്ന് പറയുന്ന വേദപുസ്തക ശാസ്ത്രം പഠിക്കുമ്പോൾ അത് തന്നിൽ തന്നെ ജീവനുള്ളവനും ജീവൻ കൊടുക്കുവാനും വീണ്ടും പ്രാപിപ്പാനും കഴിയുന്ന ഏക വ്യക്തിത്വം യേശുക്രിസ്തുവാണ്. ദൈവത്തിന് ജീവനുണ്ട്, ദൈവത്തിന് തന്നിൽ തന്നെ ജീവനുണ്ട്. യേശു കർത്താവ് പറയുന്നു, ജീവൻ കൊടുക്കുവാനും അത് വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. അപ്പോസ്തലരുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തലരുടെ പുസ്തകം 13-ാം അധ്യായം 34-ാമത് വചനം, ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു കർത്താവിനെ മരിച്ചിട്ട് ദ്രവത്വത്തിലേക്ക് തിരിയുവാൻ ദൈവം അനുവദിച്ചില്ല. മനുഷ്യൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, യേശുവിനെ മരിച്ചിട്ട് ദ്രവിക്കുവാൻ അനുവദിക്കാതെ എന്റെ ദൈവം മരണവാസങ്ങളെ അഴിച്ച് യേശുവിനെ പുറത്തേക്ക് എടുത്തു. ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളെയും ലോകം ദ്രവിപ്പിക്കാൻ നോക്കുമ്പോൾ, ലോകം നശിപ്പിക്കാൻ നോക്കുമ്പോൾ, ലോകം തകർക്കാൻ നോക്കുമ്പോൾ തകർന്നു പോകാതെ നമ്മെ വീണ്ടെടുക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ഇന്ന് പകൽക്കാലം ദർശിപ്പാനിടയായി തീരും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് യോഹന്നാൻ തന്റെ അതേ പുസ്തകത്തിൽ വരച്ചു കാണിച്ചിരിക്കുകയാണ്. വായിക്കാം. അവനെ കണ്ടിട്ട്, യേശുവിനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. യേശു കർത്താവിന്റെ രൂപം കണ്ടിട്ട് 3.5 വർഷക്കാലം തന്റെ നെഞ്ചോട് ചേർന്നിരുന്ന യോഹന്നാൻ പറയുകയാണ്, യോഹന്നാൻ യേശു കർത്താവ് സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ. യേശുവിന്റെ ഹൃദയമിടിപ്പ് പോലും തിരിച്ചറിയപ്പെട്ട യോഹന്നാൻ പസ്മോസ് ദ്വീപിൽ സുവിശേഷം നിമിത്തം നാടുകടത്തപ്പെടുമ്പോൾ ബാക്കി അവിടെ നാടുകടത്തപ്പെട്ട ആളുകൾ മുഴുവനും ഭയവിഹ്വലരായി അവിടെ കിടന്ന്
കാണുന്ന ക്രൂര ജീവികൾക്കും അതേ പക്ഷികൾക്കും ഇരയായി തീരുമ്പോൾ യോഹന്നാൻ ആത്മവിമർശതയിൽ അവൻ ദൈവമുഖം ദർശിക്കുക. അവൻ കാണുന്ന കർത്താവിന്റെ രൂപത്തെ കുറിച്ച് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന എല്ലാം വായിക്കുവാൻ സമയമില്ല. ഞാൻ ഓടിച്ചു പറയട്ടെ, ഓ ഹല്ലേലൂയ, എന്റെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അതേ സ്തോത്രം, അതെ തേജസ്സേറിയ വസ്ത്രം ധരിച്ചവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന ഒരു കർത്താവ്, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ഓ ഹല്ലേലൂയ, വെള്ളോട്ട് സദൃശ്യമായ കാലുകളോടുകൂടിയ കർത്താവ്, തീപ്പന്തത്തിന് തുല്യമായ കണ്ണുകളോടുകൂടിയ ആ കർത്താവിനെ കാണുന്ന യോഹന്നാൻ ആത്മവിവശതയിൽ കാണുമ്പോൾ അവൻ മരിച്ചവനെ പോലെ യേശുവിന്റെ കാൽക്കൽ വീണു. ഇന്ന് പകൽക്കാലം എത്ര പേർക്കാണ് ആ യേശുവിന്റെ കാൽക്കൽ വീഴുവാൻ മനസ്സുണ്ടോ? അവരെ വിടുവിപ്പാൻ എന്റെ ദൈവം സർവശക്തനാണ്. യേശുവിന്റെ മരണത്തിന്റെ ഭാഷങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്റെയും നിങ്ങളുടെയും വിടുതലിന് കാരണമായി തീരുവാനാണ്. പിന്നെ ആർക്ക് നമ്മെ ബന്ധിക്കുവാനായിട്ട് കഴിയുകയില്ല. ജീവപര്യന്തം മരണഭീരായിരുന്നവരെ വിടുവിപ്പാനാണ് യേശു കാൽവരിയിൽ തന്റെ പ്രാണനെ മരിച്ചത്. നമുക്ക് വിരോധമായി എഴുതിയ കൈയെടുത്ത് കർത്താവ് മായിച്ച ക്രൂശിൽ തറച്ച് നമ്മുടെ നിന്ന് നീക്കിക്കളഞ്ഞു. ലോകം നമുക്ക് എഴുതിയ രേഖകളുണ്ടല്ലോ, മനുഷ്യർ നമുക്ക് എഴുതിയ രേഖകളുണ്ടല്ലോ, നമ്മുടെ കുടുംബക്കാർ നമുക്ക് എഴുതിയ രേഖകളുണ്ടല്ലോ. അതെല്ലാം എന്റെ കർത്താവ് ക്രൂശിൽ വെച്ച് അത് തറച്ചു കളഞ്ഞു. നമുക്കെതിരായി എഴുതിയ രേഖകളെ എന്റെ കർത്താവ് കീറിക്കളഞ്ഞു. ഒരു രക്ഷിക്കപ്പെട്ട ദൈവമേതന്റെ ജീവിതത്തിൽ എന്തായി തീരണം തീരുമാനിക്കുന്നത് ഈ ലോകത്തിന്റെ മനുഷ്യരല്ല, ദുഷ്ട ലോകമല്ല, സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്റെ ദൈവമേതല് ഈ ഒരു കാര്യം കൊണ്ട് നീ നിരാശപ്പെട്ടു പോകരുത്. ശത്രുവിന്റെ ഏറ്റവും വലിയ തന്ത്രം നിന്നെ നിരാശനായി ഒതുക്കുവാനാണെങ്കിൽ ഇല്ല, ഇന്ന് പകൽക്കാലം ചില അന്യായ കെട്ടുകളെ പൊട്ടിച്ച പുറത്തു കൊണ്ടുവരുന്ന ദിവസമത്രേ. ഹല്ലേലൂയ. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ അഭിഷക്തൻ പറയുന്നു, എന്നെ ദൈവം നിയമിച്ചതാണ്. എന്തിനാ നിയമിച്ചിരിക്കുന്നത്? ആ സുവിശേഷത്തിന് ഞാൻ അപ്പോസ്തലനായി ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ദൈവം ചില സ്ഥിതികളിൽ നിയമിച്ചിരിക്കുക, ചില സീറ്റുകൾ നിയമിച്ചിരിക്കുക. നമ്മെ നിയമിച്ച നിയമനത്തിനൊത്തവണ്ണം നമ്മൾ വിശ്വസ്തയോടെ മുന്നേറിയാൽ സകലതും നമ്മുടെ കാൽ കീഴായി തീരും. അത് ദൈവത്തിന്റെ സന്നിധിയിൽ വചനം നമ്മെ പറയുന്നത്, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്തത് ദൈവം നമുക്ക് തരുവാൻ കഴിയും. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ മരണം നീക്കി സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തിയ ആ സുവിശേഷത്തിനാണ് ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിന്റെ മരണത്തിന് പിതാവായ ദൈവനെ വിടുവിക്കുമ്പോൾ കർത്താവിലൂടെ ആയിരങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. എന്നെയും നിങ്ങളെയും ഈ ദൈവിക രക്ഷയിലേക്ക് നയിക്കുവാൻ കർത്താവിന്റെ ഉയർപ്പാണ് കാരണമായി തീർന്നത്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 14-ാമത് വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 14-ാമത് വചനം, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. യേശു കർത്താവിന്റെ വചനം പറയുന്നത്, യേശുവിനെ 2000 വർഷം മുമ്പ് ഉയർപ്പിച്ച കഥ കേൾക്കാനല്ല നമ്മളായിരിക്കുന്നത്. ആ ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്ന ദൈവ പൈതലിനെ കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെ ഉയർപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. നമുക്ക് ഉയർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ നമുക്ക് ഉയർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഓടിയതും അധ്വാനിച്ചതൊക്കെ വെറുതെയാണ്. നമുക്കൊരു പ്രത്യാശയുള്ളത്, ഈ ലോകത്തിൽ എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടി വന്നാലും കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു നാട്ടിൽ ഞാൻ ചെന്ന് ചേരും. അതാണ് എന്റെ പ്രത്യാശ. ആ പ്രത്യാശ അകത്ത് വരുമ്പോഴാണ്, അത് പൗലോസിന്റെ വാക്കുകൾ കടമെടുത്ത് പറയട്ടെ, ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണാൻ കഴിയുന്നു, പിമ്പിലുള്ളതിനെ മറക്കുവാൻ കഴിയുന്നത്. മനുഷ്യരുടെ ചിന്തകളും മനുഷ്യരുടെ വാക്കുകളും കേട്ടാൽ നമുക്കൊരിക്കലും മുന്നേറുവാൻ തക്കവണ്ണം കഴിയുകയില്ല. റോമാലേഖനം 4-ാം അധ്യായം 24-ാമത് വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 4-ാം അധ്യായം 24-ാമത് വാക്യം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരെ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. നമ്മുടെ അതിക്രമം നിമിത്തമാണ് കർത്താവ് മരിച്ചത്. പക്ഷെ കർത്താവ് ഉയർത്തത് നമ്മുടെ നീതീകരണത്തിനാണ്. തന്റെ രക്തത്താൽ നമ്മെ നീതീകരിക്കുക, അതിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് നീതീകരിക്കുവാൻ. യേശു കർത്താവിന്റെ ഓടൊപ്പം ക്രൂശിലായിരുന്ന ഒരു കള്ളൻ കർത്താവിനോട്, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. യേശു പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിരിക്കും. കർത്താവ് കാൽവരിയിൽ തന്റെ പ്രാണനെ വിടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പോലും കർത്താവിനോട് അപേക്ഷിക്കുന്നവരോട് കർത്താവ് പറയുകയാ, നാളെയല്ല ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. നമ്മുടെ ദൈവം നാളത്തേക്ക് മാറ്റിവെക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം ആരുടെയും കടക്കാരനല്ല. അമർത്തി കുലുക്കി കവിയുന്ന അളവിൽ തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ വിശ്വസ്തതയ്ക്ക് അനുസരിച്ച് ദൈവം നമ്മുടെ മേൽ പ്രവർത്തിക്കും. നമ്മെ നീതീകരിക്കുവാൻ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത് വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിന്റെ ഉയർപ്പാണ് ഒരുവന്റെ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത്. യേശു ഉയർത്തിട്ടില്ല എങ്കിൽ എനിക്ക് രക്ഷ അനുഭവിക്കാൻ കഴിയുകയില്ല. എന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ലോകത്തിൽ മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 7-ന്റെ 9. അവിടെ ഭക്തൻ പറയുന്നു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണെന്ന് വായിക്കാം. മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ കയറി വരുന്നില്ല, അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല, അവന്റെ ഇടം ഇനി അവനെ അറിയുകയുമില്ല എന്ന് സത്യവേദ പുസ്തകം വ്യക്തമാക്കുമ്പോൾ, ഇന്ന് പകൽ എന്റെ കർത്താവിനെ പിതാവായ ദൈവം മരണനാശങ്ങളെ അടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചത് എനിക്ക് നീതീകരണം നൽകുക, എന്നെ ശക്തനാക്കുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. പാതാളത്തിൽ ഇറങ്ങുന്നവന് കയറി വരാൻ കഴിയാതെ ഭൂമി അവനെ അടച്ചു വയ്ക്കുമ്പോൾ മരണനാശങ്ങളെ അഴിച്ച് കർത്താവിനെ പിതാവാലയം ഉയർപ്പിച്ചത് എന്നെയും നിങ്ങളെയും നീതീകരിക്കുക. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല നീതീകരിക്കപ്പെടുന്നത്, യേശു കർത്താവിന്റെ കൃപയാലാണ്, കർത്താവിന്റെ കരുണയാലാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത് വചനം നമ്മൾ പഠിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത് വചനം, സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും. ഇവിടെ ഒരു കാര്യം കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അത് ഭക്തൻ ഓർപ്പിക്കുന്നു. സ്നാനത്താൽ നിങ്ങൾ കർത്താവിനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ
വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശു കർത്താവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ടെങ്കിലേ യേശുവിനോട് ഒതുങ്ങാൻ കഴിയുള്ളൂ. അതാണ് സ്നാനത്താൽ സംഭവിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ വിശ്വാസമായി കുറിച്ച് പറയുന്നു, നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ച് അടക്കപ്പെടണം. അവന്റെ പ്രവർത്തികളോടുകൂടെ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. അപ്പൊ യേശുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെടുന്ന ഒരുവന് മാത്രമേ യേശുവിനോട് കൂടെ ഉയർക്കാൻ കഴിയുകയുള്ളൂ. ഇന്നും നമുക്ക് കർത്താവിനോടൊപ്പം മരിക്കാൻ കഴിയാത്തിടത്തോളം നമുക്കൊരു ഉയർപ്പില്ല. കർത്താവിന്റെ കാഹള ശബ്ദം ആകാശത്തിൽ കേൾക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന ഉറപ്പുള്ള ഒരു ദൈവവേദന മാത്രമേ മരിച്ചു അടക്കപ്പെട്ടു എന്ന ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഉയർപ്പിൽ പ്രത്യാശ വയ്ക്കാൻ കഴിയുള്ളൂ. നമുക്ക് ആ ഉറപ്പുണ്ടാകണം. അതിനാണ് നമ്മൾ ഇങ്ങനെ തുടരെ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുന്നത്. ഭൗതികമായ നന്മകൾ മാത്രമല്ല, നാം കർത്താവിനോട് കൂടെ അടക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. ഇനിയും ഏതെങ്കിലും ഭാഗങ്ങളിൽ ചാരാനുണ്ടോ? ചത്തവനെയാണ് അടക്കം ചെയ്യുന്നത്. പൂർണ്ണമായി കർത്താവിനോട് കൂടെ, അത് യേശു കർത്താവിനെ ക്രൂശിച്ച ദിവസം പിറ്റേ ദിവസം ശബത്തായതുകൊണ്ട് ശബത്തിൽ ഡെഡ് ബോഡി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മഹാപുരോഹിതന്മാർ ആളയച്ചു. അവിടെ ആളുകൾ വന്ന് നോക്കുമ്പോൾ മരിക്കാത്തവരുടെ കാലൊടിച്ച് കൊണ്ടുപോയി മരിക്കുന്നത് വരെ സൂക്ഷിക്കുന്ന പതിവുണ്ട്. പക്ഷെ യേശുവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് യേശുവിന്റെ കാലൊടിക്കാൻ അനുവദിച്ചില്ല. യേശു കർത്താവ് തന്റെ പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. യേശുവിന്റെ മരണം ഉറപ്പാക്കുവാനാണ് പടയാളികൾ കുന്തം കൊണ്ട് വയറ് കുത്തി തുളച്ചത്. വേദപുസ്തകത്തിലെ സത്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യാഗമായി തീർന്ന മൃഗത്തിന്റെ ഒരു അസ്ഥികളും ഒടിയാൻ പാടില്ല എന്ന പ്രമാണമുണ്ട്. യേശുവിന്റെ അസ്ഥി ഒടിക്കേണ്ടി വന്നില്ല. യേശുവിന്റെ അസ്ഥികളെ ഒടിക്കേണ്ടി വന്നില്ലെങ്കിൽ നമ്മുടെ അസ്ഥികളെ ഒടിക്കാൻ ഉലകത്തിൽ ആരെയും ദൈവം അനുവദിക്കുകയില്ല. കർത്താവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടുവെങ്കിൽ ഒരു ഉയർപ്പുണ്ട് നിശ്ചയം. ലേഖനം 13-ാം അധ്യായം അതിന്റെ 20-ാമത് വാക്യം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 13-ാം അധ്യായം 20-ാമത് വാക്യം, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ യേശുവിനെ സ്വർഗത്തിലെ ദൈവം ഉയർപ്പിച്ചു. നമുക്ക് സമാധാനം നൽകുവാൻ, സ്വസ്ഥത നൽകുവാൻ, യേശുവിനെ സുരക്ഷിതമായി സ്വീകരിച്ചിട്ടും നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചിട്ടും സ്വസ്ഥതയില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നീ പൂർണ്ണമായി ഇപ്പോഴും യേശുവിനോടൊപ്പം മരിച്ചിട്ടില്ല. ആ ഭാഗം കൂടെ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ സമർപ്പിച്ചു കൊടുത്താൽ നമുക്ക് സ്വസ്ഥത അനുഭവിപ്പാൻ ഇടയായി തീരും. നാളെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്നത് എന്തുകൊണ്ട്? പല കാര്യങ്ങളും നമ്മൾ കർത്താവിനായിട്ട് വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ, അതിക്രമങ്ങൾ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപയാലത്രേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. യേശു ക്രിസ്തുവിന് നമ്മോടുള്ള കരുണയും കൃപയും
വരും കാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കർത്താവിനെ നോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നല്ല സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു അപ്പനുണ്ട്. യേശു കർത്താവ് ഉയർത്തത് കൊണ്ട് ആ യേശുവിനോട് കൂടെ മരിച്ചടക്കപ്പെട്ട സകലരെയും കർത്താവ് ഉയർപ്പിക്കും. സ്നാനത്താൽ ഒരു മനുഷ്യൻ മരിച്ചടക്കപ്പെടുമ്പോ, അതാണ് വിശ്വാസ സ്നാനം. എന്റെ പഴയ മനുഷ്യനെ മരിപ്പിച്ച് നടക്കുവാൻ വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് മരണപാശങ്ങളെ അഴിച്ച് ഉയർപ്പിച്ച ദൈവത്തിന് എന്നെ ഉയർപ്പിക്കാൻ കഴിയുമോ? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. വെറുതെ ഒരു പ്രസംഗം കേട്ട് പോവുകയല്ല. എനിക്ക് ഉയർത്തുവാൻ തക്കവണ്ണം കഴിയുമോ? നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ച ദൈവം എന്നെ ഉയർപ്പിക്കാൻ ശക്തനായിരിക്കുമ്പോൾ എന്നെ ഉയർപ്പിക്കാൻ എന്റെ കർത്താവിന് കഴിയുമോ? എങ്കിൽ സമാധാനത്തിന്റെ ദൈവം നമ്മെ ഉയർപ്പിച്ച ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമ്മെയും നിർത്തും. ജാതികൾ ക്രിസ്തുയേശുവിന് കൂട്ടവകാശികളായി തീരുവാൻ, ജാതികളായിരുന്ന നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ കൊരിന്ത് സഭയ്ക്ക് അഭിഷേകത്തിലെഴുതുന്ന ലേഖനത്തിൽ മർമ്മപ്രധാനമായ ഒരു അധ്യായമാണ് അത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം വായിക്കാം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. മരിച്ചുപോയ ഒരുവനെ പിൻഗമിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇന്നത്തെ കാലത്തിന്റെ ഗതികൾ നോക്കിയാൽ പാരമ്പര്യങ്ങൾക്കൊന്നും സ്ഥാനമില്ലാത്ത കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു. ഒരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ല, അത് അനീതിയെ എതിർക്കുക. എല്ലാവരും കൂടെ ഡൽഹിയിൽ കൂടെ പറഞ്ഞപ്പോ 1000-കണക്കിന് ആളുകൾ അവിടെ കൂടി. അവർക്കൊരു പ്രത്യേക നോട്ടീസും അടിച്ചു കൊടുത്തില്ല, പ്രത്യേക ക്ഷണിച്ചു ആരുമില്ല. നേതാക്കന്മാരെല്ലാം കൂടെ അവരുടെ കൂടെ കൂടി. ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ പോക്ക് കൊണ്ടാണ്. ഇന്ന് പകൽ 2000 വർഷങ്ങൾക്കപ്പുറമായി മനുഷ്യന്റെ അതേ പാപത്തിനു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർന്ന യേശുവിനെ ഇന്നും അറിയാത്തവരുണ്ട്. ഒരു ദൈവദാസൻ പറഞ്ഞത്, കോൾഗേറ്റ് എന്ന പേസ്റ്റ് ഇറങ്ങിയിട്ട് 150 വർഷങ്ങൾക്കകത്തേ ആയുള്ളൂ. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും കോൾഗേറ്റ് ഉണ്ട്. കോൾഗേറ്റിനെ അറിയാത്തവരായ ലോകത്തിൽ ആരും ഇല്ല. പക്ഷെ ലോക ചരിത്രത്തെ 2ആയി വിഭാഗിച്ച AD എന്നും BC എന്നും വേർതിരിച്ച ലോക മനുഷ്യന്റെ അതേ രക്ഷയ്ക്കായി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അറിയാത്ത എത്രയോ കോടിക്കണക്കിന് ജനം ഭൂമിയിലുണ്ട്. എന്തുകൊണ്ട് അവരിലേക്ക് ഈ യേശുവിന്റെ സ്നേഹ സുവിശേഷം എത്തുന്നില്ല? നമ്മളാണ് തടസ്സം. നമ്മൾ ഇനിയും മരിക്കാറുണ്ട്. ഇനിയും പല ജീവിത സാഹചര്യങ്ങളും മരിക്കപ്പെടുവാനുണ്ട്. നമ്മുടെ അവയവങ്ങൾ പലതും ഇനിയും മരിപ്പിക്കപ്പെടാനുണ്ട്. യേശുവിനോട് ഉയർത്തുവാൻ കഴിഞ്ഞെങ്കിൽ ലോകത്തിന് അത് വെളിപ്പെടുത്തുവാൻ കഴിയുള്ളൂ. യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഏൽപ്പിച്ചൊരു വലിയ ദൗത്യം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഇവിടെ പറയും, ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ എന്റെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും
വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഓടുന്നത്. നമുക്ക് നിശ്ചയവും ഉറപ്പുള്ള പ്രത്യാശയുണ്ട്. എന്നെ വീണ്ടെടുത്ത കർത്താവ് എന്നെ നടത്തുവാൻ ശക്തനാണ്. അന്ത്യത്തോളം എന്നെ നടത്തുവാൻ ആ ദൈവം സർവശക്തനാണ്. കർത്താവിന് അറിയാതെ ഒരു ഇഞ്ച് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ആ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ. അതേ സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 4:14. 2 കൊരിന്ത്യർ ലേഖനം 4:14. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. അതാണ് അഭിഷക്തന്റെ അറിവ്. യേശുവിനെ ഉയർപ്പിച്ച ദൈവം ഞങ്ങളെയും ഉയർപ്പിക്കും, നിങ്ങളെയും ഉയർപ്പിക്കും. പൗലോസ് ഒരിക്കലും ഏകപക്ഷീയമായി ഒന്നും പറയുന്നില്ല. ഒരിക്കൽ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കും. എനിക്കും മാത്രമല്ല, പിന്നെയോ ആ കർത്താവ് പ്രിയപ്പെട്ട സകലർക്കും വേണ്ടി ഒരുക്കി. ഇവിടെ പറയുന്നു, ഞങ്ങളെ ഉയർപ്പിക്കുക മാത്രമല്ല, നിങ്ങളെയും ഉയർപ്പിക്കും. യേശുവിനെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളെയും ഉയർപ്പിക്കും. നമ്മെ ഓരോരുത്തരെയും ഉയർപ്പിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തും. ദൈവത്തിൽ നിൽപ്പാനുള്ള ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മെ ഉയർപ്പിക്കാൻ ദൈവം ശക്തനാണ്. 1 തെസ്സലോനിക്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, 1 തെസ്സലോനിക്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാമത് വചനം. ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്ന് എന്നും അവർ തന്നെ പറയുന്നു. ഇവിടെ പറയുന്നത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നമ്മൾ ലോകത്തെ വിട്ട്, വിഗ്രഹങ്ങളെ വിട്ട്, പാപത്തെ വിട്ട്, ഈ ലോകത്തിലെ സകലതും വിട്ട് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമ്മെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി കർത്താവ് വരുന്നത് കാത്തിരിക്കണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ആ ഒരു കാത്തിരിപ്പാണ് ഒരു ദൈവവേദന ആനന്ദം നൽകുന്നത്. ആ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുവാൻ, ആ കർത്താവിനോടൊപ്പമായിരിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ആ പ്രത്യാശയും ഉറപ്പും ആവശ്യമാണ്. ഒരിക്കൽ സബരിപുത്രന്മാരുടെ മാതാവ് വന്ന യേശുവിനൊക്കെ പറഞ്ഞ, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്റെ ഒരു മകനെ ഇടത്തും ഒരു മകനെ വലത്തും ഇരുത്ത്. കർത്താവ് പറഞ്ഞു, അത് ആർക്ക് പിതാവ് ഒരുക്കിയിരിക്കുന്നുവോ അത് അവർക്ക് ലഭിക്കും. അത് എന്റെ കാര്യമല്ല, അത് എന്റെ പിതാവിന്റെ കാര്യമാണ്. പല കാര്യങ്ങളും ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ കുടിക്കാം. കർത്താവ് പറയുന്നു, നിങ്ങളും അത് കുടിക്കേണ്ടി വരും. കർത്താവിന്റെ കഷ്ടതയാകുന്ന പാനപാത്രത്തെ കുറിച്ചാണോ പറയുന്നത്? കർത്താവ് അനുഭവിക്കാൻ പോകുന്ന തിക്തമായ അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാരിൽ അനേകർ അത് രക്തസാക്ഷികളായിട്ടാണ് മരിക്കേണ്ടി വന്നത്. കർത്താവ് പറയുന്നു, എങ്കിലും ഇടത്തും വലത്തും ഇരിക്കാനുള്ള വരം നൽകേണ്ടത് എന്റേതല്ല, അത് പിതാവിന്റെ മാത്രം അവകാശം. കർത്താവ് പിതാവിങ്കൽ പരമേൽപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യന്റെ മരണത്തിന്റെ സമയം നിശ്ചയമല്ല, അത് പിതാവായ ദൈവത്തിന് മാത്രമേ അറിയാവൂ. 2, യേശുവിന്റെ 2ാമത്തെ വരവിന്റെ സമയവും നിശ്ചയമല്ല, അത് പിതാവിന് മാത്രമേ അറിയാവൂ. ഇന്ന് പകൽ നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കി കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുക. യേശു കർത്താവ് അനേകം ഉപമകൾ പറയുന്നു. കർത്താവ് പറയുന്നു, ഉപമയുടെ 80% കർത്താവിന്റെ 2ാം വരവിന് വേണ്ടി ജനത്തെ ഒരുക്കും. ഇന്ന് പകൽ നമുക്ക് ഒരുക്കുവാൻ കഴിയുമോ? യേശുവിനെ പിതാവായ ദൈവം മരണപാശങ്ങളെ അഴിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ
പോലെ നമ്മെയും കർത്താവ് മരണത്തിന്റെ ഭാഷങ്ങളെ അഴിച്ച് ഉയർപ്പിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. എന്നെ ഉയർപ്പിക്കാൻ യേശുവിന് കഴിയുമോ? ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് തന്നെ ശോധന ചെയ്യുവാൻ ആ ദൈവകരങ്ങളിൽ ഒന്ന് വിട്ടുകൊടുക്കാമോ? ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകളടയട്ടെ. കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകളടച്ചോ, എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ കേട്ട ദൈവവചനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ, യേശു കർത്താവ് തന്റെ ദൂതന്മാരെ അയച്ചു എന്റെ മരണത്തിന്റെ കെട്ടുകളെ അഴിച്ചെന്നെ ഉയർപ്പിക്കാൻ വരുന്നു. ആ കാഹള ശബ്ദം കേട്ട് എന്റെ മരണത്തിന്റെ കെട്ടുകൾ അഴിച്ചെന്നെ ഉയർപ്പിക്കാൻ വരുമ്പോൾ അത് എനിക്ക് ഉയർത്താൻ കഴിയുമോ? അതോ ഞാൻ കെട്ടപ്പെട്ട അവസ്ഥയിലാണോ ആയിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം എന്റെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളഞ്ഞ് ശത്രു പിന്നെയും കെട്ടാതിരിക്കുവാൻ, ശത്രു എന്നെ ബന്ധിക്കാതിരിക്കുവാൻ, എന്നെ സ്വതന്ത്രമാക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വായികളും തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കട്ടെ. കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കിയാൽ അത് സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. കർത്താവ് നമ്മെ വിടുവിച്ചാൽ അത് സാക്ഷാൽ വിടുതലാണ്. ലോകത്തിൽ ആർക്കും നമ്മെ തകർക്കാൻ കഴിയാതെ, ലോകത്തിൽ ആർക്കും നമ്മെ ബന്ധിക്കുവാൻ കഴിയാതെ വണ്ണം യേശു കർത്താവ് നമ്മെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ആ ഉയർപ്പിന്റെ ശക്തി ഇന്ന് പകൽക്കാലം എന്റെ മേൽ വെളിപ്പെടട്ടെ. യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ച ദൈവം എന്നെ ഉയർപ്പിച്ച ആ ദൈവത്തിന്റെ സ്നേഹം നിർത്തുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് പകല കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവമേതിന്റെ ജീവിതത്തിൽ നിരാശ മാറട്ടെ, പ്രത്യാശ വരട്ടെ. ആനന്ദത്തോടെ നൃത്തം ചെയ്ത് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ പൊൻകരം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ അതേ സന്തോഷത്തോടും ആനന്ദത്തോടും ആ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നന്മകളാലും ദൈവം നമ്മെ നിറയ്ക്കുവാൻ, ദൈവത്തിന്റെ എല്ലാ നിറവിനോട് നിറഞ്ഞു വരുവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനാൽ കർത്താവ് ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട എന്നെ ഉയർപ്പിക്കുവാൻ അങ്ങേക്ക് കഴിയാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ഞാനായി കെട്ടിവെച്ച, ലോകമെനിക്കായി കെട്ടിവെച്ച ഏതെങ്കിലും പാപത്തിന്റെ കെട്ടുകളോ ശാപത്തിന്റെ കെട്ടുകളോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ അടിപ്പാൻ മതിയായ കർത്താവ് ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം, ഓ ഹല്ലേലൂയ, ചില അന്യായ ബന്ധനങ്ങളെ അടിക്കുവാൻ മതിയായതാണ്. ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിച്ചോ, നാഥനെ തുറന്ന് ആ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്നലെ കണ്ടവർ ഇന്ന് കാണാതെ പോയപ്പോൾ നമ്മോടൊപ്പം ആരാധിക്കാമെന്ന് ആഗ്രഹിച്ച പലർക്ക് അതിന്റെ അവസരം നഷ്ടപ്പെട്ടപ്പോൾ ഒരു യോഗ്യതയില്ലാതെ നമ്മെ ദൈവമോനെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ മരണത്തിന്റെ കെട്ടുകളെ അഴിച്ച് യേശുവിനെ ഉയർപ്പിച്ച ദൈവം നമ്മെ ഉയർപ്പിക്കുവാൻ ശക്തനായി നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതിന്റെ കരങ്ങളെ തട്ടി അല്പസമയം ആ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. Our
ഭീഷണിയായി മുൻപും പിൻപും പിരിപ്പെടുത്തിടുമ്പോ വിജയമാ ചിന്തകളും മിശ്രയും നിറയും ഭീഷണിയായി മുൻപും പിൻപും പിരിപ്പെടുത്തിടുമ്പോ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അവയെത്താൻ അവർക്കെന്നുമേ മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അവയെത്താൻ അവർക്കെന്നുമേ സിഗോനുമാകും വന്നാൽ ശബ്ദമില്ല വിധിമില്ല ശബ്ദത്തിൻ നായകണ്ട ശക്തരായ രാജാക്കളാ സിഗോനുമാകും വന്നാൽ ശബ്ദമില്ല വിധിമില്ല ശബ്ദത്തിൻ നായകണ്ട ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അവയെത്താൻ അവർക്കെന്നുമേ മഹത്വരാജനാൻ സേനയിൽ വീരനാൻ അവയെത്താൻ അവർക്കെന്നുമേ അഗ്നിവിന്റെ വേഗത്തില്ല നരകിന്റെ കാവിയുമില്ല അഗ്നിയതിൽ നാലാമൻ താൻ അഴിമേ നടവന്തൻ അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല നരകിന്റെ കാവിയുമില്ല അഗ്നിയതിൽ നാലാമൻ താൻ അഴിമേ നടവന്തൻ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം മഹത്വരാജനായി സേനയിൽ വീരനായി അവയെത്താൻ അവർക്കെന്നുമേ മഹത്വരാജനായി സേനയിൽ വീരനായി അവയെത്താൻ അവർക്കെന്നുമേ ഉയരുണ്ടാകയിൽ നടന്നാൽ വെളിച്ചമായ പോലും പാടി ഒഴിഞ്ഞും ആശ്വാസമായി
കൊടുക്കുന്നതുകൊണ്ട് ആ കർത്താവിന്റെ മഹത്വം ശക്തമായി പുറത്തു വരട്ടെ. ആ കർത്താവിന്റെ മഹത്വപ്പെടുത്തുവാൻ ആ കർത്താവിന്റെ മഹത്വപ്പെടുത്തുവാൻ വെളിപ്പെടട്ടെ. ദൈവമഹത്വം വെളിപ്പെടട്ടെ. അന്യായം ബന്ധനങ്ങൾ അഴിയട്ടെ. ലോകത്തിന്റെ അഭിപ്രായങ്ങൾ അഴിയട്ടെ. അന്യായമായി കെട്ടിയ കെട്ടുകൾ പൊട്ടിച്ച ദൈവം നമ്മെ സ്വതന്ത്രമാക്കട്ടെ. ശത്രുവിന്റെ പോരുകൾ അഴിയട്ടെ. മുന്നോട്ട് വാദിക്കുന്ന ദേശത്തിന്റെ പോരുകൾ അഴിയട്ടെ. പാരമ്പര്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. മാനുഷികമായ വെല്ലുവിളികൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി മക്കളെ ചിന്തിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ സ്വർഗത്തിലെ തീയാൽ ഇന്ന് കത്തി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ശിംശോനെ കെട്ടിയ കയർ കരിഞ്ഞു പോയതുപോലെ ദൈവമക്കൾക്കെതിരെ വീണ സകല കെട്ടുകളും ഇന്ന് മകൾ ആ സ്വർഗീയ തീയാൽ കത്തി മാറട്ടെ. വചനമാകുന്ന വാളുകൊണ്ട് വേണ്ടി മുറിച്ച് ജഗത്തെ സ്വതന്ത്രമാക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, ദൈവശക്തി, ദൈവവചനത്തിന്റെ ശക്തി. ദൈവമോ ഭരണവാസങ്ങളെ അഴിച്ച് എന്റെ കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവം നൽകണമേ. കർത്താവിനെ ഉയർപ്പിച്ച ദൈവം ഞങ്ങളെ ഉയർപ്പിക്കുമെന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ. ആ കർത്താവിന്റെ ആ മഹത്വ പ്രത്യക്ഷത കാണുവാൻ ഞങ്ങളെ സഹായിക്കണം, ഒരുക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. കടന്നു ഓരോരുത്തരുടെ ദൈവക്രമം പറയണം. മടക്കയാത്രയിൽ കൂടിയിരിക്കണം. വാഹനങ്ങളെ ദൈവം നിയന്ത്രിക്കണം. സുരക്ഷിതമായ ഭവനങ്ങൾ പോയി സ്വസ്ഥമായി രാമാർത്ത് പിന്നെ ഒരുമിച്ച് കൂടി വരും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണം. അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ആശുപത്രിയിലായിരിക്കുന്ന മകളെ വേഗത്തിൽ സൗഖ്യത്തോടെ ഭവനത്തിൽ വന്ന് വിശ്രമിപ്പാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കണം. ആരാധന നേർത്ത് കൊടുത്ത എല്ലാവരെയും ദൈവം ബലത്തോടെ നിർത്തിയാണ്. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞ് കടന്നു പോകുന്ന വഴിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കും. അവർക്ക് വരുവാൻ കഴിയാതവണ്ണം ഭവനങ്ങളിലായിരിക്കുന്നത് ദൈവത്തിന്റെ അതിവേഗമുള്ള വചനമയച്ചവരെ പിടിപ്പിക്കണം, ശക്തീകരിക്കണം, സൗഖ്യമാണ്. ദൈവക്രമം പകരം യേശുവിന്റെ നാമത്തിൽ തന്നെ ആശീർവാദം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച മണ്ഡലങ്ങളോടും നാം എടുത്ത തീരുമാനങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.